ഒരുത്തനും കാണുണ്ടായിരുന്നു ഞാൻ ഇവിടെ ജീവിച്ചിരുന്നപ്പോൾ. എൻ്റെ അരികിലേക്ക് ഞാൻ വിളിച്ചപ്പോൾ ഒരു സാമാന്യങ്ങൾ ഇങ്ങോട്ട് വന്നിട്ടില്ല. ജീവിച്ചിരുന്നപ്പോൾ, പച്ചയ്ക്ക് ജീവിച്ചിരുന്ന് എനിക്കൊരു വയ്യായ്മ വന്നപ്പോൾ, എനിക്ക് വയ്യാന്ന് പറഞ്ഞിട്ട് യാചിച്ചിട്ട് പോലും വരാത്ത ആളുകള് ഇപ്പോൾ ആവേശം പ്രകടിപ്പിച്ച് നിന്ന് വിളിക്കുകയാണ്. അത് ഇത്രയും വർഷം പോട്ടെ, വർഷക്കാലം പോട്ടെ. ഒന്ന്, എന്നെ എടീന്ന് വിളിച്ചു. രണ്ട്, കുളക്കടയിലുള്ള ആളും കൂടെ വന്നപ്പോൾ അതികഠിനമായ വെറുപ്പ് എനിക്ക് തോന്നി. എനിക്ക്. കാരണം ഇത്രയും കാലമായിട്ട് ഞാൻ ഇവിടെ ജീവിച്ചിട്ട് അപ്പോൾ വരാൻ പറ്റില്ല. പോട്ടെ, വന്നോട്ടെ. ഇനി മനുഷ്യന്റെ മനസ്സല്ലേ, അവർക്ക് മാറ്റങ്ങൾ സംഭവിച്ചു വന്നോട്ടെ, കുഴപ്പമില്ല. പക്ഷെ കുളക്കടയുള്ള ആളിന് ഫോൺ വിളിച്ചിട്ട് വരണം. അവർക്ക് ഇനി പോന്നൂടെ? അല്ലെങ്കിൽ ആ ഫോണിൽ വാട്സപ്പ് ഉണ്ട്, വാട്സപ്പിൽ പറയാം. ഇതൊന്നും ഒരു ഇതിനൊക്കെ ഇത് നേരം വെളുത്തിട്ടില്ലേ? ഒരു ലഗാനും ഇല്ലാതെയാണ് എന്നോട് സംസാരിക്കാൻ വരുന്നത്. എന്നിട്ട് ഭയങ്കര ആവേശം, എന്തോ ഞാൻ അവിടെ എന്തോ സ്വന്തമാണെന്ന രീതിയില്, ഒരു ദുസ്വാതന്ത്ര്യം എടുത്ത് പെരുമാറുന്ന രീതിയില് എന്നോട് സംസാരിക്കുകയാണ്. എനിക്കത് വല്ലാണ്ട് ദേഷ്യം വന്നു. മനുഷ്യന്റെ മനസ്സാണ്. ഇനി കുളക്കടയിലായാലും, കുളക്കട എന്ന ദേശത്തുള്ളവരായാലും, ദൂരെയുള്ളവരായാലും, എവിടെയുള്ളവരായാലും മനുഷ്യന്റെ മനസ്സിന് മാറ്റം വരും. പണ്ടെന്നെ തെരുവിളിച്ചവരൊക്കെ തന്നെയും ഇപ്പോൾ കൂട്ടുകൂടി വരുന്നുണ്ട്. നല്ലത് തന്നെ. അപ്പോൾ ആ ആള് പറയാണ്, ഞാൻ ദീപുവാണ്, ഞാൻ കുളക്കടയിലുള്ളതാണ്, എന്നെ കാണണം. ഞാൻ പുഴുത്ത തെരുവ് വിളിച്ചുകൊണ്ടേ ഇരുന്നപ്പോഴേ, അപ്പോഴാണ് പിന്നീട് മറ്റൊരു കാര്യം, അയാളുടെ അടുക്കൽ ആള് നിപ്പോണ്ട്.